Hi, good morning children. Today we are going to learn our third unit. The lesson name The Little Girl and Umbrella. Listen. Now let us read the opening chapter of the famous novel Oru Kudayum Kunju Pengalum by Muttathu Varki and see if the right of the little girl and her brother were violated or not. This story we will പഠിക്കാൻ മലയാളത്തിലെ ഫേമസ് നോവലായ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കഥയിലെ ആദ്യത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. ഇത് എഴുതിയത് മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റ് മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കഥയിലെ ഫസ്റ്റ് അധ്യായമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിൽ പറയുന്നത് ഒരു ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും കഥയാണ്. ഓർഫണായ ബ്രദറും സിസ്റ്ററുമാണ്. അവരുടെ കാരണം ചിൽഡ്രൻസ് റൈറ്റ് ഇവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വയലേറ്റ് ചെയ്യുക പറഞ്ഞാൽ ലംഘിക്കുക, കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ കിട്ടുന്നുണ്ടോ എന്നാണ് ചോദ്യം. ലിസൺ. The sky was cloudy, a cold breeze was blowing languidly, the trees on both sides of the country road were swaying gently in the wind. Lily, it is going to rain, you go with Gracie, baby said, pointing to the girl from the Pumangalam family, their rich neighbors. What about you? Lily asked him. I will run. Baby started running. The raindrops started falling. 1, 2, 4. The rain quickened. The sky was cloudy. And the sky was cloudy പറഞ്ഞാൽ ആകാശം നിറയെ കാർമേഘങ്ങളായിരുന്നു. ഒരു തണുത്ത കാറ്റ് അലസമായി വീശിക്കൊണ്ടിരുന്നു. പിന്നെയോ ആ വില്ലേജ് റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള മരങ്ങളും എന്താ ചെയ്തിരിങ്ങനെ ആ കാറ്റത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ്. ലില്ലി, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ, യു ഗോ വിത്ത് ഗ്രേസി. ലില്ലി, മഴ വരുന്നുണ്ട്, നീ ഗ്രേസിയുടെ കൂടെ പൊക്കോളൂ. ഗ്രേസി ആരാണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത വീട്ടിലെ അവരുടെ നൈബറാണ്. പക്ഷെ അവർ വലിയ റിച്ച് ഫാമിലിയിലെ കുട്ടിയാണ് ഗ്രേസി. അവളുടെ കൂടെ നീ പോ എന്ന് ബേബി പറയാണ്. അപ്പോൾ ലില്ലി ചോദിക്കുകയാണ്, വാട്ട് അബൌട്ട് യു, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ പിന്നെ ബേബി പറഞ്ഞു, ഞാൻ ഓടുകയാണ്, സ്റ്റാർട്ട് റണ്ണിങ്, ഞാൻ ഓടിക്കോളാം, നീ അവളുടെ കൂടെ പൊക്കോളൂ എന്ന് പറയും. The raindrops started falling. 1, 2, 4. The rain quickened. മഴ പെയ്യാൻ തുടങ്ങി. 1, 2, 3 അങ്ങനെ പെയ്ത് ഒന്നിച്ച് മഴ പെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് നോക്കൂ. The rain. Lily also ran, holding her slate and books against her chest. She felt the rain lashing her face. She placed the slate over her book. Even if the raindrops fell on the slate, nothing would happen. It would not get spoiled. Gracie, can I too? Lily begged and tried to get in under Gracie's umbrella. But Gracie moved away from Lily. Gracie's neat clothes were made of fine silk, but Lily was clad in quite old and torn clothes. എന്താ എൻ്റെ മീനിങ് ചിൽഡ്രൻ? കാരണം മഴ വല്ലാതെ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ലില്ലി എന്ത് ചെയ്തു? അവളുടെ സ്ലേറ്റും പുസ്തകവും അങ്ങനെ അടുക്കി പിടിച്ചിട്ട് അവൾ ഓടാൻ തുടങ്ങി. കാരണം മഴത്തുള്ളികൾ ശക്തിയായി അവളുടെ മുഖത്ത് പതിക്കാൻ തുടങ്ങി. അവൾ പുസ്തകത്തിൻ്റെ സ്ലേറ്റ് കൊണ്ട് പുസ്തകത്തിനെ മറച്ച് വയ്ക്കുകയാണ്. കാരണം പുസ്തകം നനഞ്ഞു പോയാൽ അത് കീറിപ്പോവില്ലേ മഴയത്ത്. അപ്പോൾ അത് കാരണം അവൾ സ്ലേറ്റിൻ്റെ പുറത്ത് വെള്ളം വീണാൽ അതിനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ്, ഗ്രേസി ഞാനും കൂടെ വരട്ടെ എന്ന് ഈ കുട്ടി, ഈ റിച്ച് ഫാമിലിയിലെ കുട്ടി ഉണ്ടല്ലോ ഗ്രേസി, അവളോട് ചോദിക്കുകയാണ് ഞാനും കൂടെ വരട്ടെ. അപ്പോൾ എന്താ പറഞ്ഞത്? ഗ്രേസി ക്യാൻ ഐ ടു? ലില്ലി ബെഗ്ഡ് ആൻഡ് ട്രൈഡ് ടു ഗെറ്റ് ഇൻ അണ്ടർ ഗ്രേസീസ് അംബർല. ഗ്രേസിയുടെ അംബർലയിൽ കുടയിൽ കയറി നിൽക്കാൻ ശ്രമിക്കുകയാണ്. ബട്ട് ഗ്രേസി മൂഡ്. പക്ഷേ ഗ്രേസി സമ്മതിച്ചില്ല. അവൾ എന്ത് ചെയ്തു? കുടയും കൊണ്ട് മാറിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഗ്രേസീസ് നീറ്റ് ക്ലോത്ത്സ് വെർ മെയ്ഡ് ഓഫ് സിൽക്ക്. അവളിട്ട ഡ്രസ്സ്, ഈ ഗ്രേസി എന്ന് പറഞ്ഞാൽ റിച്ച് ഫാമിലിയിലെ കുട്ടി ഇട്ട ഡ്രസ്സ് വളരെ നീറ്റാണ്, സിൽക്കിൻ്റെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ കുട്ടി ഇട്ടിരിക്കുന്നത് പഴയതും കീറിയതുമായ ഒരു പാവാടയാണ് അവൾ ഇട്ടിട്ടുള്ളത്. കാരണം അവൾക്ക് ഇടാൻ ഡ്രസ്സില്ല. ബട്ട് ലില്ലി വാസ് ക്ലാഡ് ഇൻ ക്വൈറ്റ് ഓൾഡ് ആൻഡ് ടോൺ ക്ലോത്ത്സ്. കാരണം കീറിയതായ വസ്ത്രങ്ങളാണ് ലില്ലി ഇട്ടിട്ടുണ്ടായിരുന്നത്. വളരെ പഴയതും പിന്നെന്താ കീറിയതുമായ വസ്ത്രങ്ങളാണ് ആര് ധരിച്ചിരുന്നത്? ലില്ലി ധരിച്ചിരുന്നത്. അടുത്ത നോക്കൂ. ഗ്രേസി പ്ലീസ്, ലില്ലി ബെഗ്ഡ് അഗെയിൻ. ഗ്രേസി ഞാനും കൂടെ എന്ന് അവൾ വീണ്ടും ചോദിക്കുകയാണ്. ഗോ എവേ ഗേൾ, ഐ വോണ്ട് ലെറ്റ് യു ഇൻ അണ്ടർ മൈ അംബർല. പോ പെണ്ണേ, ഞാൻ എൻ്റെ കുടയിൽ നിന്നെ നിർത്തില്ല എന്ന് ഗ്രേസി തറപ്പിച്ച് പറഞ്ഞു. എൻ്റെ കുടയിൽ നിന്നെ ഞാൻ നിർത്തില്ല. ലില്ലി കുഡ് നോട്ട് കൺട്രോൾ ഹെർ ടിയേഴ്സ്. ഷീ വെപ്റ്റ് ബിറ്റർലി. ലില്ലിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ തേങ്ങി കരയാൻ തുടങ്ങി. The rain also was quite cruel to her. മഴയത് അവളോട് വല്ലാത്തൊരു ക്രൂരതയാണ് കാണിച്ചത്.
ഇറ്റ് കെയിം ഡൗൺ ഹെവിലി ഓൺ ഹെർ. മഴ ശക്തമായി അവളുടെ മേലേക്ക് പതിക്കുകയാണ്. അത് കുഞ്ഞു കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. ലില്ലി റാൻ ഓൺ ആൻഡ് ഓൺ തറോലി വെറ്റ്. ലില്ലി ഓടിയിരിക്കുക, പക്ഷെ അവൾ ഫുള്ള് നനഞ്ഞു, മുഴുവനായിട്ട് അവൾ നനഞ്ഞു. ഹെവി ഡ്രോപ്സ് ഓഫ് റെയിൻ ഫെൽ ഓൺ ഹെർ ഫേസ് ലൈക്ക് പെബിൾസ് ഫാളിങ് ഫ്രം ദ സ്കൈ. ഈ മഴത്തുള്ളികൾ അവളുടെ മേത്ത് പതിക്കുന്ന ചരൽക്കല്ലുകൾ വാരി എറിയുന്ന പോലെ അവൾക്ക് തോന്നി. അത്ര പെയിൻഫുൾ ആയിരുന്നു ആ തുള്ളികൾ. മഡി വാട്ടർ റാൻ അഗെയിൻസ്റ്റ് ഹെർ ലിറ്റിൽ ഫീറ്റ്. അവളുടെ കാലിൻ്റെ ഇടയിൽ കൂടെ ചെളിവെള്ളം ഒഴുകി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സങ്കടപ്പെട്ടാണ് ഓടുന്നത്, കാരണം ഗ്രേസി അവളുടെ കൊടയിൽ അവളെ കൂട്ടിയില്ല. അടുത്ത നോക്കൂ, ടീയേഴ്സ് ഓഫ് റെയിൻ. Lily took shelter in the veranda of a small shop on the country road. Her clothes and the books were wet. What really upset her was her books getting wet. Standing in a corner of the veranda, she started sobbing. She saw Gracie passing by with her umbrella. Lily took shelter in the veranda of a small shop in the country road. ആ വില്ലേജ് റോഡിലെ ഒരു പണ്ടേ കാലത്ത് ചെറിയ ചെറിയ കടകളുണ്ടാവില്ലേ, ചെറിയ കട, ആ കടയുടെ വരാന്തയിൽ ഇവൾ എന്ത് ചെയ്തു, കയറി നിന്നു മഴ ചോരാൻ വേണ്ടിയിട്ട്. ഹെർ ക്ലോത്ത്സ് ആൻഡ് ബുക്സ് വെർ വെറ്റ്. അവളുടെ ഡ്രസ്സും അവളുടെ ബുക്സും ഒക്കെ നനഞ്ഞു. വാട്ട് റിയലി അപ്സെറ്റ് ഹെർ വാസ് ഹെർ ബുക്സ് ഗെറ്റിംഗ് വെറ്റ്. അവളെ ഏറെ വിഷമിപ്പിച്ചത് എന്താ വെച്ചാൽ അവളുടെ ബുക്ക് നനഞ്ഞു പോയതാണ്. സ്റ്റാൻഡിങ് ഇൻ എ കോർണർ ഓഫ് ദ വരാന്ത. ആ കടയുടെ ഒരു വരാന്തയിൽ അവളിങ്ങനെ മൂലയിൽ നിൽക്കുകയാണ്. ഷീ സ്റ്റാർട്ടഡ് സോബിങ്. അവൾ തേങ്ങി കരയാണ്. ഷീ സോ ഗ്രേസി പാസിങ് ബൈ വിത്ത് ഹെർ അംബർല. അപ്പോൾ അവൾ കണ്ടു ഗ്രേസി അവളെ പാസ് ചെയ്ത് പോണത്, അവൾ അംബർലയായിട്ട് പാസ് ചെയ്ത് പോണത് കണ്ടു. ദ റെയിൻ ഡ്രോപ്സ് ഫ്ലോവിങ് ഡൗൺ ഫ്രം ലില്ലീസ് ഹെയർ ബ്ലർഡ് ഹെർ ഐസ് ആസ് ദേ മിക്സ്ഡ് വിത്ത് ഹെർ ടീയേഴ്സ്. അപ്പോൾ ഇവളുടെ സങ്കടം കൊണ്ട് കണ്ണീര് ഒഴുകുകയാണ്. ആ കണ്ണുനീരും മഴത്തുള്ളികളും കൂടെ ഇവിടെ കലർന്നപ്പോൾ അവളുടെ കണ്ണ് ബ്ലറായി എന്ന് പറഞ്ഞാൽ അവൾക്കൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല. The raindrops flowing down from Lily's hair blurred her eyes as they mixed with her tears. The bitter cold made her shiver and her teeth started to chatter. എന്താ പറഞ്ഞത്? ദ ബിറ്റർ, കാരണം മഴ കൊണ്ട് ഇവൾ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. They mixed with her tears. The bitter cold made her shiver and her teeth started to chatter. പല്ലുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഹെർ ഡ്രസ് വാസ് നൗ കംപ്ലീറ്റ്ലി ഡ്രഞ്ച്ഡ് ഇൻ ദ റെയിൻ. മഴയത്ത് ഉള്ള ഡ്രസ്സ് ആകെ നനഞ്ഞ് കുതിർന്നു. ഷീ പ്ലേസ്ഡ് ഹെർ സ്ലേറ്റ് ആൻഡ് ബുക്സ് ഓൺ ദ ഫ്ലോർ. അവൾ ബുക്കും സ്ലേറ്റും നിലത്ത് വെച്ചു. ഷീ സ്ക്യൂസ്ഡ് ദ എഡ്ജസ് ഓഫ് ഹെർ സ്കേർട്ട് ടു റിങ് അപ്പ് വാട്ടർ ഫ്രം ഇറ്റ്. അവൾ എന്ത് ചെയ്തു, അവളുടെ പാവാടയുടെ അടി ഒന്നിങ്ങനെ പിഴിയാണ് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ദ എഡ്ജസ് ഓഫ് ദ സ്കേർട്ട് സ്പ്ലിറ്റ്. അവൾ അതാണ് പിഴിഞ്ഞതും അവളുടെ പാവാടയുടെ വക്ക് എന്തായിപ്പോയി, കീറിപ്പോയി. Squeezed the edges of her skirt to wring water from it. The edges of the skirt split. It was a very old skirt. അതൊരു പഴയ പാവാടയാണ്. The only one she had. അത് മാത്രമേ അവൾക്ക് ധരിക്കാനുണ്ടായിരുന്നുള്ളൂ. At home she always had to change it to a bath towel. വീട്ടിൽ അവളൊരു തോർത്തുമുണ്ടും, ബാത്ത് ടവൽ എന്ന് പറഞ്ഞാൽ തോർത്തുമുണ്ടല്ലേ, നമ്മൾ തല തുടയ്ക്കുന്ന സാധനമല്ലേ, ആ തോർത്തുമുണ്ട് യൂസ് ചെയ്തിട്ടാണ് ഈ കുട്ടി നടന്നിരുന്നത്. കാരണം അവൾക്ക് വേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അത്രയും പാവപ്പെട്ട കുട്ടികളായിരുന്നു, കാരണം അവർക്ക് അച്ഛനും അമ്മയില്ല. ദേ ആർ ഓർഫൺസ്. അത് കാരണമാണ് അവർക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ. കാരണം ഒരു കുട ഉണ്ടായിരുന്നില്ല, പിന്നെ മര്യാദയ്ക്ക് ധരിക്കാനൊരു ഡ്രസ്സോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ദേ വർ വെരി പുവർ. പിന്നെ അന്നത്തെ കാലം അങ്ങനെയാണ്, കാരണം ഇന്നത്തെ പോലെ അല്ല. ലോസ്റ്റ് ചൈൽഡ്ഹുഡ് എന്നാണ് പറയുന്നത്. നോക്കൂ, ലില്ലി ആൻഡ് ഹെർ ബ്രദർ ബേബി ഹാഡ് ലോസ്റ്റ് ബോത്ത് ഓഫ് ദെയർ പാരൻസ്. Their father died 3 years ago and their mother about a year ago. They now lived with their mother's elder sister. The fat, dark aunt with a flat nose was a 50-year-old widow. ലില്ലിക്കും അവളുടെ ബ്രദറായ ബേബിക്കും പാരൻസ് ഉണ്ടായിരുന്നവർക്ക് നഷ്ടപ്പെട്ടതാണ്. രണ്ടുപേരും മരിച്ചു പോയതാണ്. Their father died 3 years ago. അച്ഛൻ 3 വർഷം മുന്നേയും അമ്മ 1 വർഷം മുന്നെയാണ് മരിച്ചത്. They now lived with their aunt. അവരുടെ ഓണ്ട് എന്നാണ് അമ്മായിയുടെ കൂടെ ജീവിക്കുന്നത്. ദെയർ മദേഴ്സ് എൽഡർ സിസ്റ്റർ, അമ്മയുടെ മൂത്ത സഹോദരി. ദ ഫാറ്റ് ഡാർക്ക് ഓണ്ട് വിത്ത് എ ഫ്ലാറ്റ് ന്യൂസ്, കറുത്ത് തടിച്ച ഒരു സ്ത്രീയാണ് ഇവരുടെ അമ്മയുടെ ചേച്ചി പറഞ്ഞത്. 50-year-old വിഡോ, 50 വയസ്സായ ഒരു വിഡോ ആണ്. വിഡോ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച സ്ത്രീക്കാണ് വിഡോ എന്ന് പറയുക കേട്ടോ. ആൻഡ് വിഡോ ആയിരുന്നു ഇവരുടെ ഓണ്ട്. ഷീ ഹാഡ് എ സൺ ഇൻ ദ ആർമി ഹൂ സെൻഡ് ഹെർ 20 rupees every month. 20 rupees every month. അവൾക്ക് ആ സ്ത്രീക്ക് ഒരു മോനുണ്ടായിരുന്നു. അവർ ആർമിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഹി സെൻഡ് ഹെർ 20 rupees every month. എല്ലാ മാസവും 20 രൂപ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അന്നത്തെ കാലമാണ് അത്. അതായത് കുറേ പഴയ വർഷത്തിലുള്ള കേട്ടോ.
ഷീ വാസ് നോൺ ടു ബി എ ടൈറ്റ് ഫിസ്റ്റഡ് വുമൺ. അവൾ വളരെ പിശുക്കിയായിരുന്നു, കാരണം പൈസ കിട്ടണമൊന്നും ചിലവാക്കില്ല, അതൊക്കെ എടുത്തു വയ്ക്കുകയാണ്. ടൈറ്റ് ഫിസ്റ്റഡ് വുമൺ. ഷീ ഹാഡ് നോ ലാൻഡ് ഓഫ് ഹെർ ഓൺ. ഒക്കെ സ്വന്തമായി ഒരു സ്ഥല ഭൂമിയോ വീടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഷീ lived in a hut on a plot owned by the പൂമംഗലം ഫാമിലി for whom she worked as a maid. അവൾ വർക്ക് ചെയ്ത് ഓണ്ട് വർക്ക് ചെയ്തിരുന്നത് ഈ പൂമംഗലം, അന്നത്തെ റിച്ച് ഗേളിനെ കണ്ടു പറഞ്ഞില്ലേ, അവരുടെ വീട്ടിലാണ് ഈ സ്ത്രീ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ തൊടിയിൽ, അവരുടെ പറമ്പിൽ ഒരു സ്ഥലത്ത് ഒരു കുടിൽ കെട്ടിയിട്ടാണ് ഇവർ താമസിച്ചിരുന്നത്. She had no land of her own. She lived in a hut on a plot owned by the പൂമംഗലം family for whom she worked as a maid. അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The money sent by her son was deposited in a private bank. അവരെ മകൻ അയക്കുന്ന പൈസയൊക്കെ അവരൊരു പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. The money sent by her son was deposited in a private bank, but after a few months of the bank collapsed. പക്ഷേ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ആ ബാങ്ക് എന്തായി, പാപ്പരായിപ്പോയി, കാരണം അതിൻ്റെ പൈസയൊക്കെ പറ്റിച്ച ആൾക്കാർ പോയി. The loss of money was unbearable to her and she started showing signs of insanity. കാരണം ഈ നഷ്ടപ്പെട്ടു പോയത് അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതായിരുന്നു. അവർക്ക് ഭ്രാന്ത് പിടിച്ച പോലെയായി മാറി, കാരണം അവർ പൈസ ചിലവാക്കാതൊക്കെ ബാങ്കിൽ സൂക്ഷിച്ച് വെച്ചതായിരുന്നില്ലേ. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി, അവർക്ക് ഭ്രാന്ത് വന്ന പോലെ ആയി എന്നാണ് പറയുന്നത്. The loss of money was unbearable to her and she started showing signs of insanity. Insanity എന്ന് പറഞ്ഞാൽ ഇതരം മാനസിക വിഭ്രാന്തി എന്നാണ് അർത്ഥം കേട്ടോ. അടുത്തത് നോക്കൂ. She took out all her anger on her niece Lily. അപ്പോൾ ഈ ദേഷ്യമൊക്കെ ഈ സ്ത്രീ ആരുടെ നേരെയാണ് പ്രയോഗിക്കാറ്? ഈ ചെറിയ കുട്ടിയുടെ ലില്ലിയുടെ നേരെയാണ് പ്രയോഗിക്കാറുള്ളത്. She behaved like a devil. ഒരു പിശാചിനെ പോലെയാണ് ഈ ഓണ്ട് പെരുമാറിയിരുന്നത്. To her niece and nephew. ആരാ? ബേബി, അവൻ്റെ ബ്രദറുണ്ട്. അവർ രണ്ടുപേരോടും വലിയ പിശാചിൻ്റെ മാതിരിയാണ് ഈ ഓണ്ട് പെരുമാറിയിരുന്നത്. And often beat them up. എപ്പോഴും അവരെ തല്ലും. She hated the children going to school. ആ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് അവർക്ക് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. She ordered them to draw water from the well, wash clothes and do all the cooking. വീട്ടിലെ എല്ലാ പണികളും ഈ കുട്ടികളെ കൊണ്ടായിരുന്നു ഈ ഓണ്ട് ചെയ്യിച്ചിരുന്നത്. കാരണം അവരുടെ പൈസ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര വല്ലാത്ത വിഷമം. ആ വിഷമമൊക്കെ ഈ കുട്ടികളുടെ, കാരണം ആ ദേഷ്യവും വിഷമമൊക്കെ ഈ കുട്ടികളുടെ നേരെയാണ് ഈ സ്ത്രീ കാണിച്ചിരുന്നത്. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് ആ വീട്ടിലെ എല്ലാ വർക്കും എന്ന് പറഞ്ഞാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരലും തിരുമ്പലും അതേപോലെ വീട്ടിലെ കുക്കിങ്ങും ഒക്കെ ഈ കുട്ടികളാണ് ചെയ്തിരുന്നത്. ബേബി വാസ് 11 years old. ബേബിക്ക് 11 വയസ്സാണ്. സ്റ്റഡി ഇൻ ക്ലാസ് 4. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ലില്ലി 3 years younger was in class 2. ലില്ലി അവനേക്കാളും 3 വയസ്സ് കുറവാണ്. അവൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. They were perhaps the poorest children in their school. ആ സ്കൂളിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ ഈ രണ്ടുപേരുമായിരിക്കും. ആരാ? ബേബിയും അതേപോലെ ലില്ലിയുമാണ് ആ സ്കൂളിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ എന്നാണ് പറയുന്നത്. ബ്രൂയിസ്. നെക്സ്റ്റ് നോക്കൂ. ബ്രൂയിസ് എന്ന് പറഞ്ഞാൽ മുറിവ്. ലില്ലി sighed as the second bell rang at school. The rain showed no sign of stopping or slowing down. The rain showed no sign of stopping or slowing down. The cold wind was still blowing. If she was late for the classes, her teacher would scold her. At times she would beat her too. Lily started running to school. The rain drenched her clothes again. Lily sighed as the second bell rang at school. Lily ഒരു ദീർഘനിശ്വാസം വിട്ടു, കാരണം എന്താ? സെക്കൻഡ് ബെൽ അടിച്ചു. Then rain showed no sign of stopping or slowing down. എന്നാലും ഈ മഴ ഒന്ന് കുറയേ ഒന്നും ചെയ്തില്ല. The cold wind was still blowing. അപ്പോഴും തണുത്ത കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. If she was late for the classes, അവൾ നേരം വൈകിയാൽ her teacher would scold her. അവർ ടീച്ചർ ചീത്ത പറയും. നേരം വൈകിക്കഴിഞ്ഞാൽ ടീച്ചർ ചീത്ത പറയും. At times she would beat her too. ചിലപ്പോൾ അടിയും അവൾക്ക് കിട്ടാറുണ്ട്. Lily started running to school. ലില്ലി പേടിച്ചിട്ട് സ്കൂളിലേക്ക് ഓടാൻ തുടങ്ങി. The rain drenched her clothes again. വീണ്ടും അവൾ ഓടിയപ്പോൾ അവളുടെ ഡ്രസ്സ് വീണ്ടും നനഞ്ഞു പോയി. ആദ്യം നനഞ്ഞവളൊന്ന് പിഴിഞ്ഞു വെച്ചല്ലേ, again അത് വീണ്ടും നനഞ്ഞു. She held her books and slate close to her chest. Suddenly she slipped and fell on the road. പക്ഷെ എങ്ങനെയൊക്കെ വെച്ചാൽ അവൾ ഓടുമായിരുന്നു, പക്ഷേ അവളെ ഒരു കല്ല് തട്ടിയിട്ട് അവൾ ആ റോഡിൽ വീണു. Suddenly she slipped എന്ന് പറഞ്ഞാൽ തെന്നി വീഴുകയാണ്. ആൻഡ് ഫെൽ ഓൺ ദ റോഡ്. ഹെർ സ്കേർട്ട് വാസ് സോയിൽഡ് ആൻഡ് ഗോട്ട് ടോൺ. അവളുടെ പാവാട എന്തായി? മണ്ണാവും ചെയ്തു, കീറും ചെയ്തു. ഹെർ നീസ് വേർ ബ്രൂയിസ്ഡ് ആൻഡ് ബ്ലഡ് ഊസ്ഡ് ഔട്ട്. അവളുടെ കാലിൻ്റെ മുട്ട് പൊട്ടി രക്തം ഒലിക്കാൻ തുടങ്ങി. സ്റ്റിൽ ഷീ ഫെൽറ്റ് നോ പെയിൻ. എന്നിട്ട് അവൾക്ക് ഒരു വേദനയും തോന്നിയില്ല. എ പേജ് ഓഫ് ഹെർ ബുക്സ് വാസ് ടോൺ. അവളുടെ ബുക്കിൻ്റെ പേജൊക്കെ കീറി. ഹെർ സ്ലേറ്റ് വാസ് ബ്രോക്കൺ. അവളുടെ സ്ലേറ്റ് പൊട്ടി.
ഷീ സ്റ്റൂഡ് ഇൻ ദ റെയിൻ ആൻഡ് ക്രൈഡ് ബിറ്റർലി. അവൾ ആ മഴയിൽ നിന്ന് തേങ്ങി തേങ്ങി വീണ്ടും ആ കുട്ടി കരയാണ് ചെയ്യുന്നത്. ഷീ സ്റ്റൂഡ് ഇൻ ദ റെയിൻ ആൻഡ് ക്രൈഡ് ബിറ്റർലി. When she reached the school, some children began laughing at her. അവൾ സ്കൂളിലെത്തിയപ്പോൾ കുട്ടികൾ അവളെ നോക്കി ചിരിക്കാൻ തുടങ്ങി. The teacher banged the cane on the table. Everybody became silent. ഇവളത് കണ്ടതോടുകൂടി കുട്ടികളെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ടീച്ചർക്ക് ദേഷ്യം. ടീച്ചർ എന്ത് ചെയ്തു? ചൂരലുകൊണ്ട് ടേബിളിൽ ഒരൊറ്റ അടി. The teacher banged the cane on the table and everybody became silent. അപ്പോൾ അടി കേട്ടപ്പോൾ എല്ലാവരും സൈലൻ്റ് ആയി. The teacher glared at Lily. ടീച്ചർ ലില്ലിയെ തുറച്ചു നോക്കി, ദേഷ്യത്തോടെ നോക്കി. Why did you come drenched in the rain? എന്തിനാണ് ഇങ്ങനെ മഴയിൽ നനഞ്ഞ് വന്നത്? Don't have an umbrella. നിനക്കൊരു കുടയൊന്നുമില്ലേ പിടിക്കാൻ? എന്തിനാണ് ഈ മഴ നനഞ്ഞ് വന്നത് എന്ന് ചോദിക്കും. No teacher, said Lily, wiping her tears with her hand. അവൾ കണ്ണ് തുടച്ചിട്ട് അവൾ പറയാം, എനിക്ക് കുടയില്ല എന്ന് അവൾ പറഞ്ഞു. Go and stand in the veranda. You will dirty in the classroom. എന്താ പറഞ്ഞാൽ, പോയി ആ വരാന്തയിൽ നിൽക്ക്, നീ ക്ലാസ് റൂം വൃത്തികേടാക്കുമെന്ന് ടീച്ചർ പറഞ്ഞു. ദ ടീച്ചർ പോയിന്റഡ് ടു ദ വരാന്ത. ലില്ലി സോ ഗ്രേസി ഗിഗ്ലിംഗ്. ടീച്ചറെ വരാന്തയുടെ മൂലയ്ക്ക് ചൂണ്ടിക്കാണിച്ചപ്പോൾ ലില്ലി കണ്ടു ഗ്രേസി അകത്തിരുന്ന് ചിരിക്കുന്നത് കണ്ടു. ഹെർ ഹേർട്ട് സാങ്. അവൾക്ക് ആകെ വിഷമായി. ദ റെയിൻ ഹാഡ് സ്റ്റോപ്ഡ് ബട്ട് ടിയേഴ്സ് സ്റ്റിൽ റോൾഡ് ഔട്ട് ഓഫ് ഹെർ ചീക്സ്. പക്ഷെ മഴ നിന്നെങ്കിലും അവളുടെ കരച്ചിൽ നിന്നില്ല. ഹെർ ഹേർട്ട് സാങ്. ദ റെയിൻ ഹാഡ് സ്റ്റോപ്ഡ് ബട്ട് ടിയേഴ്സ് റോൾഡ് ഔട്ട് ഓഫ് ഹെർ ചീക്സ്. അവളിൽ നിന്ന് കണ്ണുനീര് ഒഴുകിക്കൊണ്ടേയിരുന്നു. അവളുടെ സങ്കടമൊക്കെ നിർത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചിൽഡ്രൻ, റീഡ് യുവർ ലെസൺ വെൽ. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ച് ചോദിക്കുക.